ഹായ് കൂട്ടുകാരെ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ കുറച്ച് ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്ത് പിന്നെ മൊത്തം പുല്ല് പറിച്ച് നന്നാക്കുകയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 മാസം പോലും ആയിട്ടില്ല കേട്ടോ മൊത്തം പുല്ല് പറിച്ച് നന്നാക്കിയിട്ട്. പക്ഷേ വീണ്ടും മഴ തുടങ്ങിയപ്പോൾ അതേപോലെ പുല്ല് പൊന്തിയിട്ടിട്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അപ്രഭാഗം താഴ്ന്ന് കിടക്കുന്നൊരു കണ്ടമായിരുന്നു കേട്ടോ വയൽ. അപ്പോൾ അതിലെ വെള്ളം ഒഴുകി പോകുമായിരുന്നു. ഇപ്പം ഒഴുകാനുള്ള സ്പേസ് ഇല്ലാത്ത നമുക്ക് അവിടെ തന്നെ കിട്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ മെല്ലെ അവിടെ കൊത്തി മതിലിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. മതിലിൻ്റെ അതിലെ ഗ്യാപ്പിലൂടെ എങ്ങാനും കുറച്ച് വെള്ളം ഒഴുകി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ അത്രയും വെള്ളം മുറ്റത്തുനിന്ന് മാറി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പോൾ അവിടെ എത്തിയപ്പം അവിടെ വലിയൊരു ഈ ചെതൽപ്പുറ്റുണ്ട്. എന്നിട്ട് അവിടെ ഭയങ്കര പുറ്റുള്ള സ്ഥലം, ആ മൂലയെ. അപ്പോൾ ആ പുറ്റുള്ള അവിടെ എത്തിയപ്പം അവിടെ ഒരു വലിയൊരു ഓട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് വെള്ളം അങ്ങനെ അങ്ങ് പോയിട്ടോ കുറേ. പിന്നെ മൊത്തം ഒന്നും നന്നാക്കിയിട്ടൊന്നുമില്ല. വെള്ളത്തിന് പോകാനൊരു വഴി ഒരുക്കി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് പൊന്തി നിൽക്കുന്ന പുല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയേ ഉള്ളൂ കേട്ടോ. മൊത്തം ആകെ ഇത്തിരി സ്ഥലമുള്ളൂ ഉള്ളത്. പുല്ല് എത്ര പറിച്ചാലും പൊന്തി വരും കേട്ടോ. ഒരാഴ്ച കൊണ്ട് പുല്ല് ഇതാന്ന് പറയുമ്പോൾ ആവുമേ. ശരിക്കും പറഞ്ഞാൽ അടുത്ത പുല്ല് പറിച്ച് എന്ന് ഞാൻ കുറച്ച് ചെത്തിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അഴുക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം കെട്ടിക്കിടന്നിട്ട് പുല്ലും പിന്നെ ചളി എല്ലാം കൂടി ആയിട്ട് അങ്ങോട്ട് വല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, ഇങ്ങനെ വല്ലാണ്ട് കാട് പിടിച്ച് നിൽക്കുന്ന ഒന്ന് ഇതാക്കിയിട്ടുള്ളൂ. നല്ല വൃത്തിയായിട്ട് മൊത്തം പുല്ലും മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. കാരണം ഇത് മാറ്റിയിട്ട് ഇപ്പോൾ കാര്യമില്ല. വീണ്ടും ഇതാ മഴ തന്നെയല്ലേ, ഒരാഴ്ച കൊണ്ട് വീണ്ടും അത് പഴയ പോലെയാവും. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചെയ്തതാണ് കേട്ടോ അന്ന് അകത്തെ കാര്യം. പിന്നെ ഈ ഷീറ്റ് ഞാൻ അവിടെ മുൻവശത്ത് ഇങ്ങനെ നിവർത്തി വിരിച്ചിട്ടതായിരുന്നു കേട്ടോ. വീടിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയതായിരുന്നേ. അപ്പം അതങ്ങനെ ഇട്ടാൽ എന്താ കൊണ്ടെന്ന് വെച്ചാൽ പുല്ല് ലേശം ഒന്ന് എന്താ പറയുക വല്ലാണ്ട് അവിടെ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ. പണ്ട് എൻ്റെ അടുത്ത് ട്യൂഷന് വന്നുകൊണ്ടിരുന്ന പിള്ളേരാണ്. അപ്പോൾ അവർ വീണ്ടും വരാൻ വേണ്ടിയിട്ട്, കുടു ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ട് ഇവർ വരുന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പം വീണ്ടും അവർക്കൊന്ന് വരാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു, കുടുവിന് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് തന്നെ വരണ്ടെന്ന് പറഞ്ഞാണ്. ഒരാഴ്ച കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു വിട്ടു കേട്ടോ. കാരണം ഒന്നാമത് അവന് വയ്യാത്ത, പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ ഈ പനി പെട്ടെന്ന് പകരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ചെയ്യുന്നില്ല എന്നോർത്താണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെയും ഈ നമ്മളെ ആ പേരമരത്തിൻ്റെ ചുവട്ടിൽ അവിടെയാണെങ്കിലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളത്തിനൊന്ന് അതിലെ ഒഴുകി അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തപ്പം വല്ലാതെ കൂടി കിടക്കുന്ന പുല്ലൊക്കെ ഒന്ന് ചെത്തി മാന്തി ഒക്കെ എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ. ചെയ്യാനാണെങ്കിൽ പുല്ല് മൊത്തം പറിച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴയത്ത് പുല്ല് പറിക്കും തോറും മണ്ണ് അങ്ങോട്ട് ഒഴുകി പോവുകയുള്ളൂ കേട്ടോ. എന്നാലും ഞാൻ വെറുതെ ഈ സമയത്ത് അത് കൊത്തിയിട്ട് കാര്യമില്ല എന്നറിയാം. പിന്നെ വെള്ളം അങ്ങോട്ട് ഒഴുകി അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്തു. അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കി. അകം പിന്നെ എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മഴയുണ്ട് അത്യാവശ്യം. മഴയത്ത് പിന്നെ കയറിയാലും തന്നെ നടക്കില്ല, പിന്നെ അത് അവിടെ കിടക്കുകയുള്ളൂ കേട്ടോ പണി. പിന്നെ ലീവ് കിട്ടുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാനും മടിച്ചു നിന്നില്ല. ആരായാലും വേണ്ടിയില്ലാതെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര്, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാണ് കേട്ടോ. കാണുന്നതിനിടയിൽ നിങ്ങൾ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം പറയാണ്, ഒരു ലൈക്ക് തരിക. പിന്നെ പറ്റുന്നവരെല്ലാവരും കമൻ്റ് ഇടുക. നിങ്ങളെ സപ്പോർട്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വേണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ പെരുമഴയപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയിട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ എന്നോർത്ത് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ലീവായതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ മക്കൾക്കെന്ന് വിചാരിച്ചു. കാരക്ക ഉണ്ടായിരുന്നു. കാരക്കേൻ്റെ ഉള്ളിൽ ലേശം തേങ്ങ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇങ്ങനെ ഇത് ഞാൻ ലേശം ഗോതമ്പപ്പൊടി ലേശം നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പപ്പൊടിയിൽ ലേശം ഉപ്പ് ഇട്ടിട്ട് ചെറിയൊരു മധുരം ഇട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോ പിടിച്ചപ്പം ഫോണ് കുത്തനെയാണ് കേട്ടോ അവൻ പിടിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ. മാവിൽ മുക്കി സൂപ്പറാണോ കൂടു? തിന്ന് നോക്ക്. സൂപ്പറാണോ? മതി. ഇനി ഞങ്ങളൊരു കടി ഉണ്ടാക്കിയിട്ടോ വൈകുന്നേരം. ഇന്ന് പണി കഴിഞ്ഞ് വന്നപ്പോൾ 8ന്റെ പണിയും കൊണ്ടാട്ടോ വന്നത് ഞങ്ങൾക്കുള്ള. അല്ലേ അത് കൂട്ടാ? 8ന്റെ പണി എന്തൊക്കെയാണ് കാണിച്ചു കൊടുത്തേ? ഏതൊക്കെ 8ന്റെ പണി? ആദ്യം ഏതൊക്കെ 8ന്റെ പണി? 8ന്റെ പണി ഇപ്പൊ കാണിച്ചത്. ഇതാണ്ട് ഒരു മീന് മെത്തല്. അതെന്ത് മീനാ? ആദ്യം ഇതെന്ത് മീനാ? ഇത് മെത്തല്. നത്തൽ. ഇതെന്ത് മീനാ? ആദ്യം ഷാർക്ക്. ഇതെന്ത് മീനാ? മെത്തല്. ഇതോ ഇളകല്ലേ? കടൽ മീൻ. ഏത് മീനാ? ഇതെന്ത് മീനാ? മീനിന്റെ പേര് പറ. ഇത് ഏതാ മീന്? അയല. ഇതാണ് അയല. കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് അയലാന്ന് നിൽക്കുന്നത്. അവിടുന്ന് വേടായി ഒട്ടിക്കല്ലേ. അപ്പൊ ഇതേതാ മീന്? മെത്തൽ. അയല. അയല. അപ്പൊ ഇതേതാ മീന്? ഇതേതാ മീന്? അയല. ആ ഇതെന്താന്നറിയോ? അയലത്തല. അയലത്തല അളിയനും കൊടുക്കാന്നാ. എന്നാ പിന്നെ ഇന്ന് അളിയനൊന്നും വരാനൊന്നുമില്ല. തൽക്കാലം അയലത്തല നമുക്ക് കൂട്ടാം. പൊളിയല്ലേ സാധനം? അയലത്തല പൊളിയല്ലേ? അയലത്തല നമുക്ക് ഫ്രൈ ആക്കാം. അമ്മേന്റെ തല വേഗം നത്തല് നന്നാക്കിക്കോ. ഇനി അവിടെ ചാരി വെച്ചിട്ട് നമുക്ക് ആദ്യക്കൂട്ടനെ നത്തല് നന്നാക്കുന്ന അമ്മ വീഡിയോ പിടിക്കാം കേട്ടോ. ഇല്ല വീണില്ല 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 വീണില്ല. അതെന്ത് പണിയാടാ? വലിക്കുമ്പോ പറയണ്ടേ? നല്ല മഴയാണോ? നീ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മഴയാ. ആദ്യക്കൂട്ടം മീൻ നന്നാക്കുക. അല്ലേ ആദ്യക്കൂട്ട? ഏതാ മീൻ നന്നാക്കുന്നോ? എന്താ? നെട്ടോലോ? മെത്തല്. നല്ല മഴയാ. ഞങ്ങളെ പള്ളീൻ്റെ അവിടെ എത്തിയപ്പോ ഇവിടെ ചോരുന്നുണ്ട്. ആ ഇവിടെ ചോരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും ചോരും. ആ ഷീറ്റ് ചോരുന്നോടത്തിലൊക്കെ ഞങ്ങളെ മുകളിലേക്ക് കയറ്റും. എങ്ങോട്ടല്ല, ആ പലകേൻ്റെ മുകളിലേക്ക് കയറ്റും. അതിൻ്റെ മുകളിൽ കൂടെ വലിച്ചു കയറ്റും. സൗണ്ട് കുറയ്ക്കോ? നല്ലപോലെ വലിക്കണം അങ്ങോട്ട്, എന്നാലേ പോരുള്ളൂ. ഇമ്മഴത്ത് വറക്കപ്പുറത്ത് പോകാൻ പറ്റൂല. ആ അങ്ങനെ വലിച്ചാൽ ആ മീനിന്റെ വെള്ളം പറയട്ടെ. മീനല്ല, ഒരാൾ മീനാണ് കേട്ടോ, ഒരാൾ അരിയില്ല. എന്താണ് കാണിക്കുന്നത്? ആദ്യം കൂടെ
മീൻ നന്നാക്കുന്നുണ്ട്. ഞാൻ ഇഞ്ചി ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. പൊടിച്ചെന്തെങ്കിലും ഞാൻ ബിരിയാണിക്കുള്ള ചിക്കൻ ബിരിയാണിയിലുള്ള ഇടുവേ. അങ്ങനെ പിന്നെ രണ്ടാളും കൂടെ ആയി മീൻ നന്നാക്കലേ. മോനൂസിനോട് ഞാൻ പറഞ്ഞു ആദ്യക്കുട്ടൻ്റെ കൂടെ കൂടി കൊടുക്കടാന്ന് പറഞ്ഞപ്പോൾ അവനും കൂടി തന്നു കേട്ടോ. ആദ്യക്കുട്ടൻ മോനൂസും കൂടെ കുഞ്ഞുമീൻ നന്നാക്കി, ഞാൻ മീൻ നന്നാക്കി അയല കറി വെക്കാനുള്ളതൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. അപ്പം ഇവർ ശരിക്കും മീൻ നല്ലപോലെ നന്നാക്കാൻ അറിയാം കേട്ടോ. രണ്ടാളും ചെയ്ത് തരുന്നതായതുകൊണ്ട് അവർക്കത് അറിയാം കേട്ടോ നല്ലപോലെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അയിലയിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ചാടുന്നേ ഉള്ളൂ. എന്താണേലും അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അത്രയും നമ്മളെ അവർ സഹായിക്കുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും. അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ടാളും, ആദ്യക്കുട്ടനാണെങ്കിലും മോനൂസാണെങ്കിലും. ഞാൻ അയലേൻ്റെ കറി റെഡിയാക്കിയപ്പോഴത്തേക്കും അവർ മീൻ റെഡിയാക്കി സെറ്റാക്കി. കറിയായിട്ടോ. കറി നോക്കിക്കാതി കുട്ടാ നമുക്ക് അത് ഒഴുകി പോകും. അങ്ങനെ നാക്കാതെ രസമുണ്ടോ? ഇത് സംഭാരമല്ല. ഇനിയില്ല, ഇതാണ് എരി കുറഞ്ഞാലുള്ള കുഴപ്പം. ഇത് ഗ്ലാസ്സിലേക്ക് കൊടുക്കാൻ വന്നാല് ഇനിയില്ല പോണ്ട്. നോക്കാം. ഉപ്പുണ്ടോ നോക്ക്, ഓടി വാ. കറി രുചിണ്ടോ നോക്ക് വാ. കറിയിൽ ഉപ്പുണ്ടോ നോക്കുവോ, രുചിണ്ടോ നോക്കണേ. സ്പൂണോടെ വഴിയേക്ക് സ്പൂണിലോടെ വഴിയേക്ക് ഒഴിച്ച് കൊടുത്തേക്ക്. രസമുണ്ടോ? രസമുണ്ടോ? രസമുണ്ട്, സൂപ്പറാ. പിടിച്ചോട്ടോ കൊള്ളു. കുടൂന വേണ്ടേ? ചൂടാണ്, ഞാൻ എന്ത് ചെയ്യും? എനിക്കും വേണേ. ചൂടാക്കട്ടെ. തരാം തരാം തരാം. ആ മാവൻ്റെ ഒന്നുണ്ട്. അങ്ങനെ പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പം ഒരു അനാറുണ്ടായിരുന്നു. ഞാൻ പാത്രം കഴുകി കഴിഞ്ഞുള്ളൂ, മേലൊന്നും കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ പഠനം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയിൽ അതെല്ലാം പൊളിച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനെ ഞങ്ങൾ ചേട്ടായിക്ക് പൊളിച്ച് കൊണ്ട് കൊടുത്തപ്പോൾ ചേട്ടായി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പിള്ളേർ എന്നെ കഴിച്ചു കേട്ടോ. എന്തോന്ന് മോനൂസ് പറഞ്ഞതെന്ന് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നോക്കി അവനെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. പിന്നെ ഒരു മൂന്നാളും കൂടി അതെല്ലാം അവിടെ നിന്ന് കഴിച്ചു. എല്ലാം കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നാ കേട്ടോ. ഒരടിക്കലും തുടക്കലും, ഒരാൾ ഇങ്ങോട്ട് തല, ഒരാൾ അങ്ങോട്ട് തല, എല്ലാവരും കിടന്നാ കേട്ടോ. അപ്പോഴാണ് ആദ്യക്കുട്ടന് കുടൂന് പഴം വേണമെന്ന് പറഞ്ഞത്. പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പഴം വാട്ടാൻ വന്നു. അവന് പഴം വെറുതെ പോരാ, അവനിങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കി കൊടുക്കണം. എല്ലാവരും കിടന്നതല്ലോ കേട്ടോ. എനിക്കിനി മേല് കഴുകാണ്ട്, മേല് കഴുകിയിട്ട് വേണം കിടക്കാൻ വരിക. കുടുനി ഇന്നിപ്പോൾ ഏതായാലും ഈ പഴം കൂടി ഒന്ന് കൊടുക്കട്ടെ അല്ലേ കുടു, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ കണ്ട് കുടു പറഞ്ഞേ, വീഡിയോ കണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പറ. എല്ലാവരും അതൊക്കെ അമ്മ പിടിച്ചു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറ. ഓ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണം പറ.
ആ ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, ഇങ്ങോട്ട് നോക്കിയിട്ട് പറ. എല്ലാ കൂട്ടുകാരോടും താങ്ക് യു പറഞ്ഞേ. അടുത്ത വീഡിയോയിൽ കാണാൻ പറ, അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറ, നാളെ കാണാമെന്ന് പറ, നാളെ കാണാമെന്ന് പറ. പറയില്ല. അപ്പോൾ ഞാൻ മേലൊന്നും കഴുകിയില്ല കേട്ടോ. സമയം 10:30 കൂടുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും താങ്ക് യു. താങ്ക് യു വെരി ഗുഡ്. താങ്ക് യു വെരി താങ്ക് യു. കൊച്ചു വിശേഷങ്ങൾ, ചെറിയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ വീഡിയോൻ്റെ കുറച്ച് ബാക്കിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു. കുടുവിന് പഴം തിന്നിട്ട് വേണം കുടുവിനൊന്ന് ഉറങ്ങാം.